പാകിസ്ഥാൻ ഇതല്ല ഇതിനപ്പുറം അർഹിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം രൂപീകൃതമായതിനു ശേഷം നമ്മൾ കാണുന്നത് നിരന്തരം ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതാണ്. നമ്മൾ വളരെ സമാധാനത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെയാണ്, നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. പക്ഷെ അവരങ്ങനെയല്ല. നിരന്തരം നമ്മളെ എങ്ങനെയൊക്കെ ചില മനുഷ്യർ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ അതിർത്തി മാന്തുക, അപ്പുറത്തുള്ള സ്വന്തം വീട്ടിലെ വേസ്റ്റ് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവിടുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ അതൊരു ചെറിയ വെർഷനാണ്. ഇത് അങ്ങനെ ഇതൊരു വലിയ എന്താ പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ എറിക്കുന്നില്ല. അത് അവർക്ക് തിരിച്ച് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ്. ഓരോ ഘട്ടത്തിലും അവർക്ക് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ട്. ഇതും അവർ തീരെ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ കാശ്മീരിൽ നമ്മുടെ 26 ആളുകളെ അവർ ടൂറിസ്റ്റുകളായിട്ട് പോയ ആളുകളാണ്. ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പോയ ആ മനുഷ്യരുടെ സന്തോഷം കെടുത്തിയ ആളുകളാണ്. ഇപ്പോൾ നോക്കൂ, ഈ മസൂദ് അസർ എന്ന് പറയുന്ന വലിയ ഭീകരനുണ്ട്. അയാളുടെ തന്നെ നേതൃത്വത്തിലുള്ള കാശ്മീരിലെ കടവാണ് TRF. ഈ TRFിൻ്റെ നേതൃത്വത്തിലാണെന്ന് ആക്രമണം നടത്തിയത്. ഈ മസൂദ് അസർ എവിടെ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനാണ് മസൂദ് അസർ. അയാളെ കാണുന്നില്ല. നമ്മളിപ്പോൾ അറ്റാക്ക് നടത്തിയതിന് ശേഷം അയാളെ കാണുന്നില്ല. അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്.